നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി വർക്ക് ഫ്രം ഹോം ആയിട്ടാണ്. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ളൊരു വേക്കൻസിയാണ്. ഓൺലൈൻ ടീച്ചേഴ്സിനെയും മീഡിയ ടീച്ചേഴ്സിനെയും ആവശ്യമുണ്ട്. ഓൺലൈൻ ടീച്ചേഴ്സായിട്ട് 7th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളവരെയാണ് ആവശ്യം. BEd പാസ്സായിരിക്കണം. സാലറി 10,000 രൂപയായിരിക്കും. വൈകിട്ട് 6 മണി മുതൽ രാത്രി 9:20 വരെ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. മീഡിയ ടീച്ചറായിട്ട് മീഡിയ പെർഫോമറെയാണ് ആവശ്യം. CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ് അറിയുന്നവരായിരിക്കണം, പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആൻഡ് സ്കിൽഫുൾ ഉള്ള വ്യക്തികളായിരിക്കണം, BEd പാസ്സായിരിക്കണം, ഗുഡ് ആൻഡ് സ്മാർട്ട് പ്രസൻറ്റേഷൻ സ്കില്ലുള്ളവരായിരിക്കണം. 24,000 രൂപ മുതൽ 40,000 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. അടുത്ത വേക്കൻസി വരുന്നത് പ്രൊഡക്റ്റ് ട്രെയിനറായിട്ട് മലപ്പുറത്തേക്കാണ്. ഒരു മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ഷോറൂമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. പുരുഷന്മാരെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. സാലറി 25,000 രൂപ വരെയായിരിക്കും. 2 വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി വരുന്നത് തൊണ്ടയാട്ടേക്കാണ്. അക്കൗണ്ടൻ്റ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. യുവാക്കൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. സാലറി വരുന്നത് 15,500 രൂപയായിരിക്കും. കോഴിക്കോട് പൊറ്റമ്മലിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടൊരു പുരുഷനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. 15,500 രൂപയായിരിക്കും സാലറി. അടുത്ത വേക്കൻസിയും കോഴിക്കോട് പൊറ്റമ്മലിലേക്കാണ്. വർക്ക് സൂപ്പർവൈസറായിട്ട് പുരുഷനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. 15,500 രൂപയായിരിക്കും സാലറി. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് പുത്തനത്താണിയിലേക്കാണ്. കോട്ടക്കലിനടുത്തുള്ള പുത്തനത്താണിയിലേക്ക് ഡ്രൈവറായിട്ട് വേക്കൻസിയുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള +2 അല്ലെങ്കിൽ അബോവ് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ആവശ്യം. 15,000 രൂപയായിരിക്കും സാലറി. നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് അതിന് മുകളിൽ സാലറിയും ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്, റിസപ്ഷനിസ്റ്റ്, അക്കൗണ്ടൻറ്റ്, കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് യുവാക്കൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറിയോടൊപ്പം ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 15,000 രൂപയായിരിക്കും സാലറി. അക്കൗണ്ടൻ്റ് ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ആവശ്യം. 17,000 രൂപയായിരിക്കും സാലറി. കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി 12,000 രൂപയായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. കോട്ടക്കലിലേക്ക് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ടും HR എക്സിക്യൂട്ടീവായിട്ടും വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് പുരുഷനെയാണ് ആവശ്യം. BCom പാസ്സായിരിക്കണം. സാലറി 11,000 രൂപയായിരിക്കും. നിങ്ങൾക്ക് ബാക്കി ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും. HR എക്സിക്യൂട്ടീവായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. MBA ഹോൾഡർ ആയിരിക്കണം. സാലറി 11,000 രൂപയായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. മറ്റു ബെനിഫിറ്റുകളും അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വരുന്നത് പർച്ചേസ് എക്സിക്യൂട്ടീവായിട്ട് കോഴിക്കോട് ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് വേക്കൻസി ഉണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഹിന്ദി ഫ്ലുവൻസി ആയിട്ടുള്ളവരെയാണ് ആവശ്യം. പുരുഷനെയാണ് ആവശ്യം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് കണ്ണൂർ, കോഴിക്കോട്, മഞ്ചേരി, പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്കാണ്. ഷോറൂം സൂപ്പർവൈസറായിട്ടും സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടും ബില്ലിംഗ് എക്സിക്യൂട്ടീവായിട്ടും വേക്കൻസികളുണ്ട്. +2 ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ അബവ് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. പുരുഷന്മാരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. മികച്ച സാലറിയും ഇൻസെൻറ്റീവും ബോണസും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടൊരു വേക്കൻസി ഉണ്ട്. ഒരു മൊബൈൽ ലാപ്ടോപ്പ് ഷോറൂമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. സാലറി 15,000 രൂപയായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് ചട്ടിപ്പറമ്പിലേക്കാണ്. ചട്ടിപ്പറമ്പിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ടും മെക്കാനിക് ആൻഡ് അസിസ്റ്റ് മെക്കാനിക് ആയിട്ടും വേക്കൻസി ഉണ്ട്. അക്കൗണ്ടൻ്റ് ആയിട്ട് പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. GST, ടാക്സ് എന്നിവയിൽ അറിവുള്ളവരായിരിക്കണം. BCom പാസ്സായവരായിരിക്കണം. മെക്കാനിക്കിനെയും അസിസ്റ്റൻറ്റ് മെക്കാനിക് പോസ്റ്റുകളിലേക്ക് ITI അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായവരാണ് ആവശ്യം. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. യുവാക്കളെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ടാലി അതേപോലെ തന്നെ MS ഓഫീസ് അറിയുന്നവരായിരിക്കണം. 9,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക.
രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. 2 വീലറും ലൈസൻസും ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് പാക്കിംഗ് സ്റ്റാഫായിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. 12,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 7:30 മുതൽ വൈകിട്ട് 7:30 വരെ ആയിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്ക് ക്ലീനിങ് കം കുക്കിംഗ് സ്റ്റാഫായിട്ട് ഒരു ഫീമെയിലിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. 15,000 രൂപയായിരിക്കും സാലറി. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്.